ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ എക്സിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് 777 മെത്തേഡ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 7 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്താൽ മതി. 7 ദിവസം എന്ന് പറയുമ്പോൾ 7 ദിവസം ഫുൾ ടൈം നിങ്ങൾ ഇതിനു വേണ്ടി ഇരിക്കണം എന്നൊന്നുമല്ല. നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നോ അല്ലെങ്കിൽ രാവിലെയോ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടായിരിക്കും, എങ്കിലും അറിയാത്ത കുറേ പേരുണ്ട്. സോ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കിയാൽ എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ആ മെത്തേഡ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 7 ദിവസമാണ് നിങ്ങളത് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ 7 ദിവസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ, ഇപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ സമയത്ത് ഒത്തിരി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായി ഒന്ന് കാമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ആ ഒരു രാത്രി ടൈമാണ്. അപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നമ്മൾ കൂളായി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈമാണ് രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ എന്ന് പറയുന്നത്. മാത്രമല്ല, ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതിലൂടെ നമ്മുടെ മൈൻഡിലേക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു കാര്യം എത്തുകയും അത് നടക്കാനായിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് മാറുകയാണ് ചെയ്യുക. അതായത് നടക്കാനുള്ള സാധ്യത കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രി ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലരൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട്, എല്ലാവരും അങ്ങനെ തന്നെയാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ടൈമായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഭയങ്കര എനർജറ്റിക് ആവും. ആ ഒരു ദിവസമൊക്കെ ഒരു ഫുൾ പോസിറ്റീവ് വൈബിലേക്കൊക്കെ ആവാനായിട്ട് നമുക്ക് പറ്റും രാവിലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരിക്കണം, പേന ഉണ്ടായിരിക്കണം, ഒരു ജേർണൽ നിങ്ങൾക്ക് എടുക്കാം. അതായത് ഒരു ബുക്ക് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊരു 7 പ്രാവശ്യമാണ് എഴുതേണ്ടത്. 7 പ്രാവശ്യം എഴുതുക. 7 ദിവസമാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്ത് നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് നിങ്ങൾ നടന്നതായിട്ട് വേണം ആ ഒരു പേപ്പറിൽ എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ രാഹുൽ എപ്പോഴും എന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ രാഹുൽ എന്നോട് കൂടുതൽ കമ്മിറ്റഡ് ആകുന്നു എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എൻ്റെ രാഹുൽ എല്ലാ ദിവസവും എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതേപോലെ തന്നെ രാഹുൽ എനിക്ക് ശ്രദ്ധയും സ്നേഹവും റെസ്പെക്റ്റും നൽകുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ രാഹുൽ എന്ന് പറഞ്ഞത് ഞാനൊരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ നിങ്ങൾ ആരെയാണോ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സന്റെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് എന്താ പേരെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ എഴുതുക. പേരൊന്നും മാറിപ്പോരുത്. അത് കൃത്യമായിട്ട് എഴുതുക. എപ്പോഴും നിങ്ങൾ ഇത് നടന്നതായിട്ട് വേണം എഴുതാനായിട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അതല്ലാതെ അങ്ങനെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊന്നും എഴുതിയേക്കരുത്. ഞാൻ പറഞ്ഞ അതേപോലെ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. എൻ്റെ രാഹുൽ എപ്പോഴും എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ രാഹുൽ എന്നോട് കൂടുതൽ കമ്മിറ്റഡ് ആകുന്നു. അതേപോലെ തന്നെ എൻ്റെ രാഹുൽ എന്നോട് എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് രാഹുൽ എനിക്ക് ശ്രദ്ധയും സ്നേഹവും റെസ്പെക്റ്റും നൽകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സെന്റൻസ് വരുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പേര് മാറ്റിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ പേര് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇനി നിങ്ങളിത് 7 പ്രാവശ്യമാണ് എഴുതേണ്ടത്. 7 പ്രാവശ്യം നിങ്ങളിത് എഴുതിയതിന് ശേഷം അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 7 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ നടന്നു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അവർ നിങ്ങളോട് ഒത്തിരി സ്നേഹത്തോടെ, ദിവസവും സ്നേഹത്തോടെ പെരുമാറുന്നത്, കൂടുതൽ കമ്മിറ്റഡ് ആവുന്നത്, ഇങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. അത് 7 മിനിറ്റാണ് ചെയ്യേണ്ടത്. ഈ ഒരു 7 മിനിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം കാൽക്കുലേഷൻ വെക്കുക. അതായത് 7 മിനിറ്റ് ഏകദേശം ആവുന്ന ആ ഒരു ടൈം വരെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ കൂടുതൽ ബെറ്റർ എനിക്ക് തോന്നുന്നു ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ ആയിരിക്കാം.
അങ്ങനെ അല്ലെങ്കിൽ, അങ്ങനെ ഒരു വഴി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഏകദേശം ഒരു ടൈം മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഇത്ര സമയമായിട്ടുണ്ടാവും എന്നുള്ളത്. ആ ഒരു 7 മിനിറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. 7 മിനിറ്റാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്, അതിൽ കുറഞ്ഞു പോകരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ ചെയ്യുക. ഭയങ്കര ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ അങ്ങനെ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒക്കെ ഒന്ന് കൂളായതിനു ശേഷം നിങ്ങളുടെ ജേണൽ എടുക്കുക. ജേണൽ എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സെൻറ്റൻസുകൾ നിങ്ങൾ 7 പ്രാവശ്യം എഴുതുക. 7 പ്രാവശ്യം എഴുതിയതിന് ശേഷം 7 മിനിറ്റ് നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. ഇത് 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ 777 എന്ന് പറയുന്നത്. എല്ലാം 7 വരുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 7 പ്രാവശ്യമാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞിട്ട് 7 മിനിറ്റ് നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. 7 ദിവസം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇത്രയുമാണ് ചെയ്യാനുള്ളത്. ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യവും നമുക്കിതിനില്ല. ഒരു 15 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 10-15 മിനിറ്റ് ഒക്കെ കളയണ്ടേ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണ്ടേ എന്നൊന്നും വിചാരിച്ച് നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ, നല്ല വിശ്വാസത്തോടെയും അതേപോലെ ശ്രദ്ധയോട് കൂടിയിട്ടും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുണ്ട് പേരിന് ഓക്കെ ഇത് കേട്ടതല്ലേ ചെയ്ത് നോക്കാം എന്നുള്ള പേരിന് ചെയ്ത് നോക്കും. ഒന്നും കറക്റ്റ് ആവില്ല, വിശ്വാസം ഉണ്ടായിരിക്കില്ല, ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാണ്ട് റിസൾട്ട് കിട്ടാതെ നമ്മളെടുത്ത് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് കാണുന്ന കുറേ പേരുണ്ട്, അവരുടെ മനസ്സിൽ സംശയമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ നടക്കുമോ എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അത്രയും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാജിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും അറിയാൻ പറ്റിയെന്ന് വരില്ല. സോ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലാണ് അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അതിനുള്ളൊരു വഴിയായിട്ട് നിങ്ങൾക്കത് കാണാം. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ അവരുടെ സ്നേഹം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ ആ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് സെറ്റാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതേപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇതേപോലെ തന്നെയുള്ള വേറെ കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ അങ്ങനെ എന്തെങ്കിലും കുറിച്ച് അറിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്